വെൽക്കം ടു ഫിനിഷ് ടെക്നോസ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ നെക്സ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഡയോഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. വളരെ നോർമലി കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ ദ ഗിവൺ സർക്യൂട്ട് ഇഫ് ദ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഡയോഡ്സ് D1 D2 ആർ 0.7 വോൾട്ട് ആൻഡ് 0.3 വോൾട്ട്. ഇവിടെ രണ്ട് ഡയോഡ്സ് D1 D2 ഉണ്ട്. D1 അക്രോസ് വെൻ ഇറ്റ് ഈസ് കണ്ടക്റ്റിംഗ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ആ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കട്ടിൻ വോൾട്ടേജ് എന്തായിരിക്കും? 0.7 വോൾട്ട് ആയിരിക്കും. D2ൻ്റെ കട്ടിൻ വോൾട്ടേജ് 0.3 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഔട്ട് ഓഫ് ദ 4 ഓപ്ഷൻ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ, ഇങ്ങനെ ഡയോഡ്സിൻ്റെ സീരീസ് ഓർ പാരലൽ കണക്ഷനിൽ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് എന്താണ്? എയ്തർ ഓഫ് ദ ഡയോഡ് ഈസ് ഓൺ, അല്ലെങ്കിൽ എയ്തർ ഓഫ് ദ ഡയോഡ് ഈസ് ഓഫ്, അല്ലെങ്കിൽ ബോത്ത് ദ ഡയോഡ്സ് ആർ ഓൺ ആൻഡ് ബോത്ത് ദ ഡയോഡ്സ് ആർ ഓഫ് എന്നാണ്. ഓക്കെ, അന്നേരം ഇതിൻ്റെ ആൻസർ നമുക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അത് ട്രൂ ആണെങ്കിൽ ഡയോഡിന് അക്രോസ് ഉള്ള എന്ത് കണ്ടുപിടിക്കാം? വോൾട്ടേജ് ഡ്രോപ്പ്, അല്ലെങ്കിൽ അതിന് ഡയോഡിന് അക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കറിയാം ഡയോഡ് കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഡയോഡിന് അക്രോസ് ഉള്ള കറണ്ട് എങ്ങനെ ആയിരിക്കും? ജംഗ്ഷൻ അക്രോസ് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യും. ദെർഫോർ ഡയോഡിന് അക്രോസ് ഉള്ള കറണ്ട് എങ്ങനെ ആയിരിക്കും? പി ടൈപ്പ് ടു എൻ ടൈപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ഡയോഡിൻ്റെ ആരോ കാണിക്കുന്ന സെയിം ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, തിരിച്ചാണെങ്കിൽ എന്തായിരിക്കും? അത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയിരിക്കും. ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. ഓക്കെ, അന്നേരം ഇവിടെ 4 ഓപ്ഷൻസിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു. ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യുന്നു ബോത്ത് ദ ഡയോഡ്സ് D1 ആൻഡ് D2 ആർ ഓഫ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഓപ്ഷൻ 4 ട്രൂ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഓപ്ഷൻ എന്താണ്? D ട്രൂ ആണെങ്കിൽ ഡയോഡിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ് ആണ്, അല്ലെങ്കിൽ ഡയോഡ് ഈസ് ഓഫ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഓപ്പൺ സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഡയോഡിനെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. ദെയർഫോർ ബോത്ത് ദ ഡയോഡ്സ് എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട്സ് ആയിരിക്കും. ഓക്കെ, ഇത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യുന്നു D1 ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ഉം D2 ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V2 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ, ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ഫ്ലോ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെർഫോർ ഏത് ലൂപ്പ് എടുത്താലും ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കണം. ദെർഫോർ V1 ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് 10 തന്നെ ആയിരിക്കും V1 ആയിട്ട് വരുന്നത്. ദെർഫോർ V1 ഈക്വൽ നമുക്ക് 10 വോൾട്ട് കിട്ടും. ഔട്ട്സൈഡ് ലൂപ്പ് എടുത്താൽ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് മെഷ് എടുത്താൽ ഈ 10 വോൾട്ട് തന്നെ ആയിരിക്കും എന്ത് വരുന്നത്? V2 വരുന്നത്. ദെർഫോർ V2 ഈക്വൽ ടു എന്ത് വരും? 10 വോൾട്ട് വരും. നമുക്കറിയാം D1 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V1, D2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V2. If the diode input is 10 volt, which is greater than the cut-in voltage 0.7 and 0.3, therefore D1 across plus 10 വോൾട്ടും D2 across plus 10 വോൾട്ടും വന്നാൽ രണ്ട് ഡയോഡും എന്തായിട്ട് മാറും? കണ്ടക്റ്റിംഗ് ആയിട്ട് മാറും. ദെർഫോർ ഫസ്റ്റ് അസംഷൻ എന്താണ്? റോങ് ആണ്. ദെർഫോർ ഓപ്ഷൻ ഡി എന്തായിരിക്കും? റോങ് ആയിരിക്കും. ഒരിക്കലും രണ്ട് ഡയോഡ്സ് എന്താകത്തില്ല? സൈമൾട്ടേനിയസ്ലി ഓഫ് ആകത്തില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു ബോത്ത് ദ ഡയോഡ്സ് D1 D2 എന്താണെന്ന്? ഓൺ ആണെന്ന്. ഓക്കെ, D1 D2 ഓൺ ആണെങ്കിൽ സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഫസ്റ്റ് ഡയോഡ് D1നെ അതിൻ്റെ കട്ടിൻ വോൾട്ടേജ് 0.7 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, എന്താണ്? എക്സ്റ്റേണലി ഒരു ഡയോഡ് ഫോർവേഡ് ബയസ് ആണെങ്കിൽ ഇൻറ്റേർണലി എന്തായിരിക്കും? വിച്ച് എക്സ്പീരിയൻസ് എന്താണ്? റിവേഴ്സ് ബയസ് ഓഫ് ദ കട്ടിൻ വോൾട്ടേജ്. ദെർഫോർ 0.7 വോൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയോഡ് D1നെ റീപ്ലേസ് ചെയ്യാം. ഡയോഡ് D2നെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? കറസ്പോണ്ടിങ് കട്ടിൻ വോൾട്ടേജ് ഓഫ് ഡയോഡ് D2 വെച്ചിട്ട് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. ദെർഫോർ D2 അക്രോസ് എന്തായിരിക്കും? 0.3 വോൾട്ട് ആയിരിക്കും. ദെർഫോർ സർക്യൂട്ട് എങ്ങനെ ആയിരിക്കും? സർക്യൂട്ട് ഇങ്ങനെ ആയിരിക്കും. ഇഫ് ദ ഡയോഡ് ഈസ് കണ്ടക്റ്റിംഗ് ആണെങ്കിൽ കറണ്ട് ത്രൂ ഡയോഡ് D1 I1 ഏത് ഡയറക്ഷനിലായിരിക്കും? ഫ്രം പി സൈഡ് ടു എൻ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ ടു എന്തായിരിക്കും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. സിമിലർലി ഡയോഡ് D2 ഇസ് കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഡയോഡ് D2ന് എക്രോസ് ഉള്ള കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കണം? ഫ്രം പി ടൈപ്പ് സെമി കണ്ടക്ടർ ടു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. അതിനെ ഞാൻ I2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇഫ് I1 ആൻഡ് I2 ആർ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ അസ്യൂം ചെയ്തത് കറക്റ്റ് ആയിരിക്കും. ബോത്ത് ഡയോഡ്സ് D1 D2 എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ഓക്കെ, ഫ്രം ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? I1 ഉം I2 ഫൈൻഡ് ചെയ്തു.
ഫസ്റ്റ് I1 ഈക്വൽ ടു നമുക്കറിയാം I1 ഈക്വൽ ടു 0.7 വോൾട്ട് ആണ് ഈ നോഡിന് അക്രോസ്. ദെയർഫോർ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് പർട്ടിക്കുലർ റെസിസ്റ്റർ എന്തായിരിക്കും 10 വോൾട്ട് ആണ് ഇൻപുട്ടിലുള്ളത്. ഈ പർട്ടിക്കുലർ നോഡിലെ വോൾട്ടേജ് എന്താണ് 0.7 വോൾട്ട് ആണ്. ദെയർഫോർ ദ കറണ്ട് I ഈക്വൽ ടു ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു എന്തായിരിക്കും I1 അല്ല, ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു എന്തായിരിക്കും 10 മൈനസ് 0.7 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും 1 കിലോ ഓം ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും 9.3 കിലോ ഓം ആയിരിക്കും ദ കറണ്ട് ഫ്ലോയിങ് ഇൻ ടു ദ പർട്ടിക്കുലർ നോഡ്. ഓക്കെ, സിമിലർലി കറണ്ട് I2 എന്തായിരിക്കും I2 എന്ന് പറഞ്ഞാൽ കറണ്ട് അക്രോസ് എന്തായിരിക്കും ഡയോഡ് D2 ആയിരിക്കും വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്. ദെയർഫോർ കറണ്ട് I2 ഈക്വൽ ടു എന്തായിരിക്കും I2 ഈക്വൽ ടു ഈ പർട്ടിക്കുലർ നോഡിലെ വോൾട്ടേജ് 0.7 ആണ്. ഈ പർട്ടിക്കുലർ നോഡിലെ വോൾട്ടേജ് എന്താണ് 0.3 വോൾട്ട് ആണ്. ദെയർഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു 0.7 മൈനസ് 0.3 ആയിരിക്കും ഡിവൈഡഡ് ബൈ എന്തായിരിക്കും കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഈക്വൽ ടു എന്ത് വരും 0.7 മൈനസ് 0.3 ഡിവൈഡഡ് ബൈ 20 ഓം ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും 0.4 ഡിവൈഡഡ് ബൈ 20 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം 0.4 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും 20 ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 400 ഡിവൈഡഡ് ബൈ 20 ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും 20 മില്ലി ആമ്പയർ ആയിരിക്കും ആൻസർ. ഓക്കെ, അന്നേരം കറണ്ട് I2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി കറണ്ട് I2 ഈക്വൽ ടു 20 മില്ലി ആമ്പയർ കിട്ടി. കറണ്ട് I1 ഈക്വൽ ടു എന്താണ് 9.3 ഫ്ലോയിങ് ഇൻ ടു ദ നോഡായിരിക്കും. ദെയർഫോർ ഈ പർട്ടിക്കുലർ നോഡിൽ കിർച്ചോഫ് കറണ്ട് ലോ എടുത്താൽ ആ പർട്ടിക്കുലർ നോഡിൽ കിർച്ചോഫ് കറണ്ട് ലോ എടുത്താൽ ഇൻകമിങ് കറണ്ട് I ഈക്വൽ ടു എന്തായിരിക്കും 9.3 കിലോ ഓം അല്ല 9.3 മില്ലി ആമ്പിയർ ആയിരിക്കും. ദെയർഫോർ കറണ്ട് 9.3 ഫ്ലോയിങ് ഇൻ ടു ദ നോഡായിരിക്കും. സിമിലർലി കറണ്ട് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ നോഡ് I2 എന്തായിരിക്കും 20 മില്ലി ആമ്പിയർ ആയിരിക്കും. ഇവിടെ ഔട്ട് ഗോയിങ് കറണ്ട് ഈക്വൽ ടു 20 മില്ലി ആമ്പിയർ ആകണമെങ്കിൽ ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു എന്തായിരിക്കും ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു 20 മൈനസ് 9.3 മില്ലി ആമ്പിയർ ഈക്വൽ ടു എന്തായിരിക്കും 10.7 മില്ലി ആമ്പിയർ ആയിരിക്കും. വിച്ച് ഈസ് ഫ്ലോയിങ് ടുവേഡ്സ് ദ പർട്ടിക്കുലർ നോഡ് ആയിരിക്കും. നമ്മളിവിടെ നമുക്ക് അസ്യൂം ചെയ്തത് I1 എന്താണ് നോഡിൽ നിന്ന് താഴോട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഫൈൻഡ് ചെയ്തപ്പം കറണ്ട് I1 എന്താണ് ഫ്ലോയിങ് ടുവേഡ്സ് ദ നോഡാണ്. ദെർഫോർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡയോഡിലെ N ടൈപ്പ് സെമി കണ്ടക്ടറിൽ നിന്ന് എന്താണ് P ടൈപ്പ് സെമി കണ്ടക്ടറിലാണ്. സെക്കൻഡ് അസംപ്ഷൻ D1 ആൻഡ് D2 ആർ ഓൺ എന്താണ് റോങ് ആണ്. കാരണം എന്താണ് വെൻ D2 ഇസ് കണ്ടക്ടിങ് D1 അക്രോസ് ഉള്ള കറണ്ട് എപ്പോഴും എന്തായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദെർഫോർ D2 ഓൺ ആണെങ്കിൽ D1 എന്തായിരിക്കണം ഓഫ് ആയിരിക്കണം. ആ പോസിബിലിറ്റി എന്താണ് ആ പോസിബിലിറ്റി ട്രൂ ആണ്. അത് നമുക്ക് അറിഞ്ഞുകൂടാ, അത് തന്നെയാണ് ആക്ച്വൽ ആൻസർ എന്ന്. D1 ഈസ് ഓഫ് D2 ഈസ് ഓൺ എന്തായിരിക്കും കറക്റ്റ് ആയിരിക്കും. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ കേസ് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് D1 ഓഫ് ആണെന്ന് പറയുന്നു, D2 എന്താണെന്ന് പറയുന്നു ഓൺ ആണെന്ന് പറയുന്നു. ഇവിടെ നോക്കിയാൽ D2 ഓൺ ആണെങ്കിൽ ഈ സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം D2നെ 0.3 വോൾട്ട് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഡയോഡ് D2 അക്രോസ് ഉള്ള കറണ്ടിനെ ഞാൻ I2 എന്ന് കൊടുത്തു. ദെർഫോർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഡയോഡ് D2 എന്തായിരിക്കും ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 മൈനസ് 0.3 വോൾട്ട് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും ദ ഇൻപുട്ട് സൈഡിലെ റെസിസ്റ്റൻസ് 1 കിലോ ഓം പ്ലസ് എന്തായിരിക്കും 20 ഓം ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും 1 കിലോ ഓം പ്ലസ് എന്തായിരിക്കും 20 ആയിരിക്കും. വിച്ച് ഈസ് റഫ്ലി അറൗണ്ട് 9.5 മില്ലി ആമ്പിയർ ആയിരിക്കും. ഇവിടെ നോക്ക് D1 ഓഫും D2 ഓണും ആണെങ്കിൽ ഓൾവേസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഡയോഡ് D2 എന്താണ് ഫ്രം P സൈഡ് ടു N സൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഡയോഡിന് അക്രോസ് ഉള്ള കറണ്ട് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ദെർഫോർ ഓൾവേസ് ഡയോഡ് D2 സെപ്പറേറ്റ്ലി എന്തായിരിക്കും കണ്ടക്റ്റിംഗ് ആയിരിക്കും. വെൻ ദ ഡയോഡ് D1 ഈസ് എന്തായിരിക്കുമ്പം ഓഫ് ആയിരിക്കുമ്പോൾ. ദെർഫോർ ഓപ്ഷൻ സി കറക്റ്റ് ആയിരിക്കും. ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ മിസ് ചെയ്തായിരുന്നു. എന്തായിരുന്നു ഡയോഡ് D1 ഈസ് ഓൺ ആൻഡ് D2 ഈസ് ഓഫ് എന്ന് നമ്മൾ എന്ത് ചെയ്തായിരുന്നു ഒരു ഓപ്ഷൻ മിസ് ചെയ്തായിരുന്നു. ഇവിടെ നോക്ക് ഡയോഡ് D1 ഓൺ ആണെങ്കിൽ ഡയോഡ് D1നെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം കട്ടിൻ വോൾട്ടേജ് 0.7 വോൾട്ട് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെർഫോർ D2 ഓഫ് ആണെങ്കിൽ പോലും D2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് തന്നെ ആയിരിക്കും 0.7 വോൾട്ട് ആയിരിക്കും.
ദ കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് ഡയോഡ് D2 എന്താണ് 0.3 വോൾട്ട് ആണ്. ഇഫ് ഇറ്റ് ഇസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ 0.3 വോൾട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ 0.7 വോൾട്ട് അതിൻ്റെ ഇൻപുട്ടിൽ വന്നാൽ D2 എന്തായിട്ട് മാറും, കണ്ടക്റ്റിംഗ് ആയിട്ട് മാറും. ദെർഫോർ D1 ഓൺ D2 ഓഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്തായിരിക്കും, റോങ് ആയിരിക്കും. ദെർഫോർ ഓപ്ഷൻ ബി എന്തായിരിക്കും, ഓപ്ഷൻ ബിയും റോങ് ആയിരിക്കും. ദെർഫോർ ആക്ച്വൽ ആൻസർ എന്തായിരിക്കും, D1 ഈസ് ഓഫ് ആൻഡ് D2 ഈസ് ഓൺ ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, വെൻ ദ ഡയോഡ് D2 ഈസ് കണ്ടക്റ്റിംഗ് ആണെങ്കിൽ, D2 ഈസ് കണ്ടക്റ്റിംഗ് ആൻഡ് D1 ഈസ് നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ടോട്ടൽ കറണ്ട് ഫ്ലോ എന്തായിരിക്കും, 9.5 മില്ലി ആംപിയർ ആയിരിക്കും. 9.5 മില്ലി ആംപിയർ ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് 10 ആണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് 1 കിലോ ഓം ആണ്. ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്, 9.5 മില്ലി ആംപിയർ ആണ്. ദെർഫോർ ഈ പർട്ടിക്കുലർ നോഡിലെ വോൾട്ടേജ് വി എന്തായിരിക്കും, ഈ പർട്ടിക്കുലർ നോഡിലെ വോൾട്ടേജ് വി ഈക്വൽ ടു നമുക്ക് കിട്ടും 10 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ 1 കിലോ ഓം ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും, 10 മൈനസ് 9.5 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ വരും. ഈക്വൽ ടു എന്തായിട്ട് മാറും, 10 മൈനസ് 9.5 ആയിട്ട് മാറും. ഈക്വൽ ടു എന്തായിരിക്കും, 0.5 വോൾട്ട് ആയിരിക്കും. ദെർഫോർ D2 കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഈ പർട്ടിക്കുലർ നോഡിലെ വോൾട്ടേജ് എന്തായിരിക്കും, 0.5 വോൾട്ട് ആയിരിക്കും, വിച്ച് ഈസ് ലെസ്സർ ദാൻ എന്തായിരിക്കും, ദ നീ വോൾട്ടേജ് അല്ലെങ്കിൽ കട്ടിൻ വോൾട്ടേജ് ഓഫ് ഡയോഡ് D1 ആയിരിക്കും. ദെർഫോർ D2 കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഒരിക്കലും D1 എന്ത് ചെയ്യത്തില്ല, കണ്ടക്ട് ചെയ്യത്തില്ല. കാരണം എന്താണ്, D1 അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ ഫൈൻഡ് ചെയ്താൽ എത്ര ആയിരിക്കും, 0.5 വോൾട്ടേജ് ആയിരിക്കും. ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ദ കട്ട് ഇൻ വോൾട്ടേജ് ദെൻ ദ ഡയോഡ് ഈസ് എന്തായിരിക്കും, റിവേഴ്സ് ബയസ് ആയിരിക്കും. ദെർഫോർ D2 ഓൺ ആയിരിക്കും, D1 ഓൾവേസ് എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. അതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ പ്രോപ്പറായിട്ടുള്ള ആൻസർ.